ഹലോ മക്കളെ, വെൽക്കം ടു എജുപോർട്ട് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC IT തിയറിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ ചാപ്റ്റർ 10ന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഏതാണ് മക്കളെ ചാപ്റ്റർ 10? നമുക്കറിയാം, സോഫ്റ്റ്വെയർ ആൻഡ് ഫ്രീഡം. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? അതെ അല്ലേ? സോ ബിഫോർ ദാറ്റ് നമുക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കാം. സോ ടോട്ടൽ 10 മാർക്സിനായിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. സോ ഇതിൽ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് എ നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസും 1 കറക്റ്റ് ആൻസർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പാർട്ട് ബിയിൽ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യന് 5 ഓപ്ഷൻസും അതേപോലെ ഒരു ക്വസ്റ്റ്യന് 2 ആൻസേഴ്സും ആയിരിക്കും ഉണ്ടാവുക. സോ സെറ്റിലെ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. സോ ഫസ്റ്റ് ചോദ്യം, ഡ്യൂറിങ് ദ ഏർലി പീരീഡ് ഓഫ് കമ്പ്യൂട്ടർ ഡെവലപ്മെന്റ് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് വർ ഡാഷ്. അതായത് ഏർലി ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ഏർലി ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് എന്തായിരുന്നു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്, എന്തായിരുന്നു ആളുകളുടെ ഇൻട്രസ്റ്റ് ഒക്കെ? വെരി ഹൈ, റിലേറ്റീവ്ലി മിനിമൽ, ദ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ്, ഫോക്കസ് ഓൺലി ഓൺ ഹാർഡ്വെയർ. എന്തായിരിക്കും മക്കളെ? ഒന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എന്തായിരിക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. സോ എന്തായിരിക്കും, അയ്യോ ഇതിനെന്തായിരിക്കും, ഇതെന്താണെന്ന് അറിയില്ല, നല്ലതായിരിക്കും, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? റിലേറ്റീവ്ലി മിനിമൽ ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. വാട്ട് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആസ് സ്ക്രൈബ്? സ്ക്രൈബ് എന്നത് എന്ത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിൽ ഏതാണ് മക്കളെ സ്ക്രൈബ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ? ഇറ്റ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, ദ ഹിഡൻ കോഡ് ഇൻ സ്ക്രൈബ് വാസ് റെഫർ ടു ആസ്. അതായത് നമ്മുടെ സ്ക്രൈബിൽ ഹിഡൻ കോഡിനെ പറ്റി അറിയാലോ നമുക്ക്, അല്ലേ? അപ്പോൾ ഹിഡൻ കോഡ് എങ്ങനെയാണ് പറയുന്നത്? ലോജിക്കൽ ബോംബാണോ, വൈറസ് ആണോ, ട്രോജൻ ഹോസ് ആണോ, ടൈം ബോംബാണോ? ഇതിൽ ഏതായിരിക്കും മക്കളെ ഹിഡൻ ബോംബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത്? ഏതാണ്? ദിസ് ടൈം ബോംബ്. ഏതാണ് മക്കളെ? ടൈം ബോംബ്. ഓക്കെ. വൈ ഈസ് സ്ക്രൈബ് കൺസിഡർഡ് ആസ് എ ടേണിംഗ് പോയിന്റ് ഇൻ എ സോഫ്റ്റ്വെയർ ഹിസ്റ്ററി? നമ്മുടെ സോഫ്റ്റ്വെയർ ഹിസ്റ്ററിയിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ സ്ക്രൈബിനെ കാണുന്നത്. വൈ? എന്തുകൊണ്ടായിരിക്കും? ഇറ്റ് പോപ്പുലറൈസ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് വാസ് എ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഫോർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ഇറ്റ് സപ്പോർട്ടഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ഇൻട്രൊഡ്യൂസ്ഡ് കൊമേഴ്ഷ്യൽ ലൈസൻസിങ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഇതിൽ ഏതായിരിക്കും മക്കളെ സ്ക്രൈബിൻ്റെ ആ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന സംഭവം? ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ഡി. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് കൊമേഴ്ഷ്യൽ ലൈസൻസിങ് ആൻഡ് റെസ്ട്രിക്ഷൻ. നമ്മുടെ സോഫ്റ്റ്വെയറിലെ കൊമേഴ്ഷ്യൽ ലൈസൻസും കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നതും ഒക്കെ ആരാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്? സ്ക്രൈബാണ്. ഓക്കെ അല്ലേ? ഹു ഫേമസ്ലി ക്രിട്ടിസൈസ് ദ പ്രാക്ടീസ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് സോഫ്റ്റ്വെയർ ഷെയറിംഗ്? അതായത് പ്രാക്ടീസ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് സോഫ്റ്റ്വെയർ ഷെയറിംഗ് ആരാണ് ഇതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്തത്? ആരാണ് അതിനെപ്പറ്റി വിമർശിച്ചത്? ആരാണ്? ബിൽ ഗേറ്റ്സ് ആണോ, സ്റ്റീവ് ജോബ്സ് ആണോ, റിച്ചാർഡ് സ്റ്റോൾമാൻ ആണോ, ലിനക്സ് ടോർവാൾഡ് ആണോ? ആരായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് റിച്ചാർഡ് സ്റ്റാൽമാൻ. ഓക്കെ അല്ലേ? ഓക്കെ. അക്കോർഡിംഗ് ടു സ്റ്റാൽമാൻ, വാട്ട് പ്രിൻസിപ്പിൾസ് വർ ബീങ് ലോസ്റ്റ് ഇൻ ദ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി? സ്റ്റാൽമാൻ്റെ പ്രകാരം ഏത് പ്രിൻസിപ്പിളാണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ലോസ്റ്റ് ആയി പോയത്? സെക്യൂരിറ്റി ആൻഡ് ഓണർഷിപ്പ്, എഫിഷ്യൻസി ആൻഡ് സ്പീഡ്, ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. ഏതായിരിക്കും മക്കളെ? ഓപ്ഷൻ സി, ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇവിടെ തന്നല്ലേ ഏതായിരിക്കും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത്? പൈത്തൺ ആണോ, സി ആണോ, ജാവ ആണോ, HTML ആണോ? ഏതാണ് മക്കളെ? യെസ്, നമുക്കറിയാം ഓപ്ഷൻ ഡി, HTML. അതെന്താണ്? നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് സോഫ്റ്റ്വെയർ? ഇതിൽ നമ്മൾ ഏത് വെച്ചിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, ഹാർഡ്വെയർ പാർട്സ് ആണോ, വെബ് ബ്രൗസേഴ്സ് ആണോ? ഏത് വെച്ചിട്ടായിരിക്കും നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാവുക മക്കളെ? ഏത് വെച്ചിട്ടാണ്? യെസ്, ഓപ്ഷൻ എ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ. വിച്ച് ഓഫ് ദീസ് ഈസ് മെൻഷൻഡ് ആസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇതിൽ ഏതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? വിച്ച് ഓഫ് ദീസ് ഈസ് മെൻഷൻഡ് ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇതിൽ ഏതാണ് മക്കളെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഏതാണ്? ഫോട്ടോഷോപ്പ് ആണോ, പിന്നെ റസ്റ്റ് ആണോ, എക്സൽ ആണോ, വിൻഡോസ് ആണോ? ഫോട്ടോഷോപ്പ് നമുക്കറിയാം, അതൊരു ഗ്രാഫിക് ഡിസൈനിങ് പോലത്തെയാണ്. എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആണ്. പിന്നെ വിൻഡോസ് എന്താണ് മക്കളെ? അതൊരു OS ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ റെസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, റെസ്റ്റ് ഈസ് ദ
കറക്റ്റ് ആൻസർ. ഓക്കെ, what do we call the human readable instructions written in a programming language? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഹ്യൂമൻ റീഡബിൾ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്താണ്? മെഷീൻ കോഡാണോ, സോഴ്സ് കോഡാണോ, ഒബ്ജക്റ്റ് കോഡാണോ, ബൈനറി കോഡാണോ? അതായത് ഹ്യൂമൻ റീഡബിൾ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി സോഴ്സ് കോഡ്. ഓപ്ഷൻ ബി സോഴ്സ് കോഡ് എന്നാണ് ഹ്യൂമൻ റീഡബിൾ ഇൻസ്ട്രക്ഷനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് സോഴ്സ് കോഡ് റിട്ടേൺ ഇൻ? സോഴ്സ് കോഡ് എന്തിലാണ് റൈറ്റ് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണോ, ബൈനറി നമ്പേഴ്സിലാണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണോ, ഹാർഡ്വെയർ ലാംഗ്വേജിലാണോ? ഏതാണ് മക്കളെ? ഏതാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് സോഴ്സ് കോഡ്? ഇതിൽ ഏതാണ് സോഴ്സ് കോഡിനെ പറ്റി കറക്റ്റായിട്ട് പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് എ മെഷീൻ റീഡബിൾ ആൻഡ് റിട്ടേൺ ഇൻ ബൈനറി. ഇറ്റ് ഈസ് ഹ്യൂമൻ റീഡബിൾ ആൻഡ് ഫോളോസ് syntax rules. It cannot be modified after writing. It is automatically created by the compiler. ഇതിൽ ഏതായിരിക്കും മക്കളെ സോഴ്സ് കോഡിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഇറ്റ് ഈസ് മെഷീൻ റീഡബിൾ ആൻഡ് റിട്ടേൺ ഇൻ ബൈനറി ആണോ, ഹ്യൂമൻ റീഡബിൾ ആൻഡ് ഫോളോ സിൻടാക്സ് റൂൾസ് ആണോ, കനോട്ട് ബി മോഡിഫൈഡ് ആഫ്റ്റർ റൈറ്റിംഗ് ആണോ, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ബൈ ദ കമ്പൈലർ ആണോ? നമ്മൾ തൊട്ട് മുമ്പ് എന്താ മക്കളെ പറഞ്ഞത്? സോഴ്സ് കോഡ് അതൊരു ഹ്യൂമൻ റീഡബിൾ ആണ്, ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് ആണ് അല്ലേ? So your answer is option B. Source code is a human readable and follows syntax rules. Okay alle? Okay. Before a computer can run a program, what must happen to the source code? അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് സോഴ്സ് കോഡ് എന്ത് സംഭവിക്കും? സോഴ്സ് കോഡിന് എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാലോ. ഇറ്റ് മസ്റ്റ് ബി ഡിലീറ്റഡ്, അത് ഡിലീറ്റ് ആവും. ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ്, അത് ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റും. ഇറ്റ് മസ്റ്റ് ബി സേവ്ഡ് ആസ് എ ടെക്സ്റ്റ് ഫയൽ, അത് ടെക്സ്റ്റ് ഫയലിൽ സേവ് ചെയ്യും. ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്, ഈ സോഴ്സ് കോഡ് എന്ത് ചെയ്യും? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഏതായിരിക്കും മക്കളെ? ഒരു പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് കോഡ് എന്തായിട്ട് മാറും? അതെ, അതൊരു ഒബ്ജക്റ്റ് കോഡായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഏതാണ്? ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ട് ഇൻ ടു എ ഒബ്ജക്റ്റ് കോഡ്. എന്നിട്ടായിരിക്കും ആ ഒബ്ജക്റ്റ് കോഡായിരിക്കും എന്തുണ്ടാവുക? കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ ലാംഗ്വേജ് ഒക്കെ ആക്കി മാറ്റിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ആ പ്രോഗ്രാം നടത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സോഴ്സ് കോഡ് എന്താണ്? അതൊരു ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് ആണ്, ഹ്യൂമൻ റീഡബിൾ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്കാൻ അതെന്ത് ചെയ്യണം? ഈ സോഴ്സ് കോഡിനെ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, which of the following statements about object code is true? നമുക്ക് ഒബ്ജക്റ്റ് കോഡിനെ പറ്റി നോക്കാം. It can be easily modified by users. It is written in a human readable form. It is difficult to modify directly. It is the same as a source code. ഇതിൽ ഏതായിരിക്കും മക്കളെ? ഇതിൽ ഫസ്റ്റ് പറയുന്നത് it can be easily modified by users. അതായത് സോഴ്സ് കോഡ് എന്താണ്? സോഴ്സ് കോഡാണ് ഹ്യൂമൻ റീഡബിൾ. അപ്പം ഒബ്ജക്റ്റ് കോഡ് എന്താവും? ഹ്യൂമനെ വേഗം മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇല്ല. സോ ഇത് റോങ് ആണ്. അടുത്തത്, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ ഹ്യൂമൻ റീഡബിൾ ഫോം. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പഠിച്ചത്? സോഴ്സ് കോഡാണ് ഹ്യൂമൻ റീഡബിൾ ഫോം, അപ്പോൾ ഒബ്ജക്റ്റ് കോഡല്ല. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് സെയിം ആസ് സോഴ്സ് കോഡ്. അപ്പോൾ സോഴ്സ് കോഡിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പ്രോഗ്രാം നടക്കാൻ വേണ്ടിയിട്ട് സോഴ്സ് കോഡിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുകയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. സോ സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡും സെയിം ആയിരിക്കുമോ? ഡെഫിനറ്റ്ലി അല്ല. അപ്പം ഓപ്ഷൻ ഡിയും തെറ്റാണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മോഡിഫൈ ഡയറക്ട്ലി. നമുക്കത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഡിഫിക്കൽട്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വൈ ക്യാൻ ഒബ്ജക്റ്റ് കോഡ് ബി ഈസിലി എഡിറ്റഡ് ലൈക്ക് സോഴ്സ് കോഡ്? ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് കോഡ് എന്താണ്? നമുക്ക് മോഡിഫൈ ചെയ്യാൻ സോഴ്സ് കോഡ് പോലെ എളുപ്പമല്ല, ഈസി അല്ല. വൈ ദാറ്റ്? എന്തുകൊണ്ടാണ്? നോക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ എ മെഷീൻ റീഡബിൾ ഫോമാറ്റ്, because it is not saved in memory, because it uses plain English, it is stored as an image. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, because it is written in a machine readable format. നമ്മൾ സോഴ്സ് കോഡ് എന്താണ്? ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് കോഡ് എന്താണ്? മെഷീൻ റീഡബിൾ ഫോമാറ്റ് ആണ്. അപ്പോൾ മെഷീനെ വായിക്കാൻ പറ്റുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവോ? അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത നമുക്ക് മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ആക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റുമോ മക്കളെ? ഡെഫിനറ്റ്ലി ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ, ബിക്കോസ് ഇറ്റ് ഈസ് എ റിട്ടേൺ ഇൻ എ മെഷീൻ റീഡബിൾ ഫോർമാറ്റ്, അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് കോഡ് നമുക്ക് മോഡിഫൈ ചെയ്യാനും പിന്നെ എഡിറ്റ് ആക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈസി അല്ലാതെ ആവുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അക്കോർഡിംഗ് ടു ദ സെൻ ഓഫ് പൈത്തൺ, ഹൗ ഷുഡ് കോഡ് ബി റിട്ടേൺ? അതായത് ഈ പൈത്തൻ്റെ ഈ ഒരു റൂൾ പ്രകാരം എങ്ങനെയാണ് പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യേണ്ടത്? ഇൻ എ കോംപ്ലക്സ് ആൻഡ് എ ഹിഡൻ വേ, ഇൻ എ റീഡബിൾ ആൻഡ് ക്ലിയർ മാനർ, ഇൻ എ ഷോർട്ട് ആൻഡ് കൺഫ്യൂസിങ് വേ, ഇൻ എ സീക്രട്ട് ഫോർമാറ്റ്. ഏതായിരിക്കും മക്കളെ പൈത്തൺ എന്താണ്? ഇതൊരു സോഴ്സ് കോഡാണ്. ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് സോഴ്സ് കോഡ്.
സോ ഇതെന്താക്കണം, ഇൻ എ റീഡബിൾ ആൻഡ് ക്ലിയർ മാനറിൽ വേണം നമ്മൾ പൈത്തൺ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ റീസൺ പൈത്തൺ പ്രോഗ്രാംസ് ആർ യൂഷ്വലി ഷെയർഡ് ആസ് എ സോഴ്സ് കോഡ്? അതായത് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമാണ് യൂഷ്വലി സോഴ്സ് കോഡായിട്ട് ഷെയർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻ എ, ബിക്കോസ് പൈത്തൺ ഡസ് നോട്ട് സപ്പോർട്ട് ഒബ്ജക്റ്റ് കോഡ്, ബിക്കോസ് ദ സോഴ്സ് കോഡ് ഈസ് ഫാസ്റ്റർ ടു എക്സിക്യൂട്ട്, ബിക്കോസ് ദ ഇൻ്റർപ്രറ്റർ കനോട്ട് സേവ് ഒബ്ജക്റ്റ് കോഡ്, ബിക്കോസ് ദ സോഴ്സ് കോഡ് ഈസ് ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? നമുക്കറിയാം, ബിക്കോസ് ദ സോഴ്സ് കോഡ് ഈസ് ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പെട്ടെന്ന് വായിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും ഈ സോഴ്സ് കോഡിനെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈത്തണിൻ്റെ സോഴ്സ് കോഡ് ഷെയറും പിന്നെ ആളുകൾക്ക് അയച്ചു കൊടുക്കാനും ഒക്കെ നോക്കുന്നത്. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി, ബിക്കോസ് ദ സോഴ്സ് കോഡ് ഈസ് ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. വാട്ട് കൺവേർട്സ് പൈത്തൺ സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ? നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ആകുന്ന സമയത്ത് പൈത്തണിൻ്റെ സോഴ്സ് കോഡിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡിലേക്ക് എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? എന്ത് യൂസ് ചെയ്താണ് അത് കൺവേർട്ട് ചെയ്യുന്നത്? കമ്പൈലർ ആണോ, ഇൻ്റർപ്രറ്റർ ആണോ, ഡീബഗർ ആണോ, പ്രൊസസ്സർ ആണോ? ഏതാണ്? പൈത്തണിൻ്റെ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നത് ഏതാണ് മക്കളെ? ഇൻ്റർപ്രറ്റർ ആണ് മക്കളെ എന്ത് ചെയ്യുന്നത്, സോഴ്സ് കോഡിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ പൈത്തൺ ഇൻ്റർപ്രറ്റർ? നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. ടു എഡിറ്റ് ദ സോഴ്സ് കോഡ്, ടു കൺവേർട്ട് സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ്, ഇറ്റ് സ്റ്റോർ ദ പ്രോഗ്രാംസ് പെർമനൻ്റ്ലി, ടു ഡിസൈൻ യൂസർ ഇൻ്റർഫേസസ്. ഏതായിരിക്കും മക്കളെ? നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയതല്ലേ? യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ടു കൺവേർട്ട് ദ സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. What must be included in a software's license when it is distributed as a source code? അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ലൈസൻസിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യുമ്പം നമ്മളത് സോഴ്സ് കോഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ ലൈസൻസിൽ എന്ത് വേണം? വാട്ട് ഷുഡ് ബി നീഡഡ് ഇൻ സോഫ്റ്റ്വെയർ ലൈസൻസ് വെൻ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ സോഴ്സ് കോഡ്? എന്താണ് വേണ്ടത്? നമ്പർ ഓഫ് യൂസേഴ്സ്, അത് എത്ര യൂസേഴ്സ് അതിൽ യൂസ് ചെയ്യുന്നതിൻ്റെ നമ്പർ നമുക്ക് വേണം. അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ദ സ്റ്റോറേജ് ലൊക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻ നമ്മൾ ലൈസൻസിൽ കൊടുക്കണം. അല്ലെങ്കിൽ ദ റൂൾസ് ഫോർ മോഡിഫൈയിങ് ദ സോഴ്സ് കോഡ്, ഈ സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസ്. അല്ലെങ്കിൽ എന്താ? ദ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ്, ഈ ഹാർഡ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഏതായിരിക്കും മക്കളെ ആൻസർ വരിക? അതായത് നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ ലൈസൻസിൽ എന്ത് ഇൻക്ലൂഡ് ആക്കണം? അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഷെയർ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സോഴ്സ് കോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈസൻസിൽ, സോഫ്റ്റ്വെയറിൻ്റെ ലൈസൻസിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞത് ചോദ്യം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മക്കളെ? നമ്പർ ഓഫ് യൂസേഴ്സ് ആണോ, സ്റ്റോറേജ് ലൊക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം ആണോ, റൂൾസ് ഫോർ മോഡിഫൈങ് ദ സോഴ്സ് കോഡ് ആണോ, ഹാർഡ്വെയർ റിക്വയർമെൻ്റ് ആണോ മെയിനായിട്ട് വേണ്ടി വരിക? ദിസ് ഓപ്ഷൻ സി, ദ റൂൾസ് ഫോർ മോഡിഫൈങ് ദ സോഴ്സ് കോഡ്. ഈ സോഴ്സ് കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ മോഡിഫൈ ചെയ്യണം, എങ്ങനെ അതിൽ എഡിറ്റ് ആക്കാം, അതൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ലൈസൻസിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയൊക്കെ ഇത് ചെയ്യണം, എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യണം, അതൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ. വാട്ട് ക്യാൻ യൂസേഴ്സ് ഡു വെൻ എ പ്രോഗ്രാം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ സോഴ്സ് കോഡ്? അതായത് ഒരു പ്രോഗ്രാം സോഴ്സ് കോഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? Only run the program, read, learn and modify it, delete its license, change it without permission. ഇതിൽ എന്തായിരിക്കും യൂസേഴ്സിന് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ they can read, learn and modify it. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, വാട്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ടു റൺ എ പൈത്തൺ ഫയൽ ഇൻ ദ ടെർമിനൽ? ടെർമിനലിൽ നമുക്കൊരു പൈത്തൺ ഫയൽ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് കമാൻഡ് ആയിരിക്കും? റൺ ഫയൽ നെയിം ആണോ, ഓപ്പൺ ഫയൽ നെയിം ആണോ, പൈത്തൺ 3 ഫയൽ നെയിം ആണോ, എക്സിക്യൂട്ട് ഫയൽ നെയിം ആണോ? ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ മക്കളെ? ഏതായിരിക്കും? ഓപ്ഷൻ സി, പൈത്തൺ 3 ഫയൽ നെയിം ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, വൈ ക്യാൻ വി എഡിറ്റ് ദ ഫയൽ calculator.pyc ഡയറക്ട്ലി? അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ ഉണ്ട്, calculator.pyc. ഓക്കെ, ഈ ഒരു ഫയൽ നമ്മുടെ കൈമലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ഇത് എഡിറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അത് എന്താണ് കാരണം? എന്തുകൊണ്ട് ഈ ഒരു ഫയൽ നമുക്ക് എഡിറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ഫയൽ, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് കോഡ് ഓഫ് ദ സോഫ്റ്റ്വെയർ, ഇറ്റ് ഈസ് നോട്ട് സേവ്ഡ് പ്രോപ്പർലി, ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് നോ കളർ സെറ്റിംഗ്സ്. ഇതിൽ ഏതായിരിക്കും മക്കളെ? ഇതെന്ത് ഫയലാണ്? .pyc.
ഇതൊരു ഒബ്ജക്റ്റ് കോഡാണ്. നമുക്ക് എന്താണ് എഡിറ്റ് ആക്കാൻ വേണ്ടി പറ്റുക? സോഴ്സ് കോഡ് ആയിരിക്കും എഡിറ്റ് ആക്കാൻ വേണ്ടി പറ്റുക. സോ ഇവിടെ എന്താണ് മക്കളെ? ഇതൊരു ഒബ്ജക്റ്റ് കോഡാണ്. സോ ഇവിടെ ആൻസർ എന്താണ്? ബിക്കോസ് ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് കോഡ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഇതൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒബ്ജക്റ്റ് കോഡാണ്. അപ്പോൾ ഒബ്ജക്റ്റ് കോഡ് നമുക്ക് എഡിറ്റ് ആക്കാൻ വേണ്ടി പറ്റുമോ? ഡെഫിനറ്റ്ലി ഇല്ല. നമുക്ക് സോഴ്സ് കോഡ് മാത്രമേ നല്ല രീതിയിൽ കറക്റ്റ് മോഡിഫൈ ചെയ്യലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, what type of file must be used to make changes to the calculator program? അപ്പോൾ ഈ കാൽക്കുലേറ്റർ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചേഞ്ച് വരുത്തണം. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫയലാണ് വേണ്ടത്? the image file of the calculator, the object code of the file, the source code of file, the compiled code file. ഇതിൽ ഏതായിരിക്കും മക്കളെ നമുക്ക് വേണ്ടിവരാ? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഏതാണ്? അതെ, സോഴ്സ് കോഡാണ് നമുക്ക് ഇവിടെ വേണ്ടി വരിക. ദ സോഴ്സ് കോഡ് ഫയലാണ് നമുക്കത് എഡിറ്റ് ആക്കാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടി വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, ഹൗ ഷുഡ് സോഫ്റ്റ്വെയർ ബി മെയ്ഡ് അവൈലബിൾ ടു യൂസേഴ്സ്? അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസേഴ്സിന് അവൈലബിൾ ആക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ത്രൂ കോംപ്ലക്സ് ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ്, ബൈ സെല്ലിംഗ് ഇറ്റ് വിതൗട്ട് ഇൻസ്ട്രക്ഷൻസ്, ഓൺലി ത്രൂ പ്രിൻറ്റഡ് മാനുവൽസ് ആൻഡ് യൂസ്, പിന്നെന്താ, ബൈ മേക്കിംഗ് ഇറ്റ് പബ്ലിക്ലി അവൈലബിൾ ഫോർ ഈസി ഡൗൺലോഡ്. ഇതിൽ ഏതായിരിക്കും മക്കളെ യൂസേഴ്സിന് ഒരു സോഫ്റ്റ്വെയർ ഷെയർ ആക്കുക അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഏത് ടൈപ്പിലായിരിക്കും? ബൈ മേക്കിംഗ് ഇറ്റ് പബ്ലിക്ലി അവൈലബിൾ ഫോർ ഈസി ഡൗൺലോഡ്. നമ്മൾ കോംപ്ലിക്കേഷൻ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് യൂസേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ യൂസേഴ്സ് അത് ഡൗൺലോഡ് ചെയ്യുമോ? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സംഭവം ഡൗൺലോഡ് ചെയ്യുമ്പം ഒരുപാട് സ്റ്റെപ്സ് നിങ്ങൾക്ക് ചെയ്യാണ്ട്, അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമോ? ഇല്ല, നിങ്ങൾക്ക് മടിയാവും അല്ലേ? അയ്യോ, ഇത് ഇത്രയും കുറേ ചെയ്യാണ്ടല്ലോ, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കും. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബൈ മേക്കിംഗ് ഇറ്റ് പബ്ലിക്ലി അവൈലബിൾ ഫോർ ഈസി ഡൗൺലോഡ്. ഈസി ആയിട്ട് ഡൗൺലോഡ് ആക്കുന്ന സ്റ്റെപ്സിൽ നമ്മൾ എന്ത് ചെയ്യും? യൂസേഴ്സിന് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഡസ് ദ ടേം ഫോക്കിംഗ് മീൻ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്? അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഫോക്കിംഗ് എന്ന ടേം എന്താണ് മീൻ ചെയ്യുന്നത്? നോക്കിയാലോ. ഡിലീറ്റിംഗ് എ പ്രോഗ്രാം പെർമനൻ്റ്ലി, മോഡിഫൈയിങ് സോഫ്റ്റ്വെയർ ഇൻ ടു എ ന്യൂ വേർഷൻ, ഇൻസ്റ്റാളിംഗ് സോഫ്റ്റ്വെയർ ഓൺ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, ടെസ്റ്റിംഗ് ഫോർ എറേഴ്സ്. ഇതിൽ എന്താണ് മക്കളെ ഫോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വി നോ ഇറ്റ് ഈസ് മോഡിഫൈയിങ് സോഫ്റ്റ്വെയർ ഇൻ ടു എ ന്യൂ വേർഷൻ. ഫോക്കിംഗ് എന്താണ്? മോഡിഫൈയിങ് സോഫ്റ്റ്വെയർ ഇൻ ടു എ ന്യൂ വേർഷനാണ് എന്ത് മക്കളെ? ഫോക്കിംഗ്. ഫോക്കിംഗ് എന്താണ്? മോഡിഫൈയിങ് സോഫ്റ്റ്വെയർ ഇൻ ടു എ ന്യൂ വേർഷൻ. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് സർവീസസ് ലൈക്ക് ഗിറ്റ്ഹബ് ഓർ ഗിറ്റ്ലാബ്? ഗിറ്റ്ഹബ് അല്ലെങ്കിൽ ഗിറ്റ്ലാബ് പോലത്തെ എന്താണ് അതിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു പബ്ലിഷ് സോഫ്റ്റ്വെയർ ഓൺലൈൻ ആൻഡ് മാനേജ് ഇറ്റ് വേർഷൻ, ടു ക്രിയേറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ടു ഡിസൈൻ ആനിമേഷൻ, ടു എഡിറ്റ് ഫോട്ടോസ്. ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, ടു പബ്ലിഷ് സോഫ്റ്റ്വെയർ ഓൺലൈൻ ആൻഡ് മാനേജ് ഇറ്റ്സ് വേർഷൻസ്. അതിനാണ് നമ്മൾ ഗിറ്റ്ഹബ് അതേപോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം? ഇതിൽ ഏതാണ് ഒരു സോഫ്റ്റ്വെയർ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം അല്ലാത്തത്? ഏതാണ്? ഗിറ്റ്ഹബ് ആണോ, ഗിറ്റ്ലാബ് ആണോ, സോഴ്സ് ഫോർജ് ആണോ, ഫോട്ടോഷോപ്പ് ആണോ? നമുക്കറിയില്ല ആൻസർ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഫോട്ടോഷോപ്പ്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ആർ ബോത്ത് സോഫ്റ്റ്വെയർ പബ്ലിഷിംഗ് സർവീസസ്? അതായത് ഇതിൽ ഏത് പേയേഴ്സ് ആണ് രണ്ടും സോഫ്റ്റ്വെയർ പബ്ലിഷിംഗ് സർവീസസ് ഉള്ളത്? ഗിറ്റ്ഹബ് ആൻഡ് ഗിറ്റ്ലാബ് ആണോ, ഫോട്ടോഷോപ്പ് ആൻഡ് VLC ആണോ, യൂട്യൂബ് ആൻഡ് വിക്കിപീഡിയ ആണോ, ക്രോം ആൻഡ് എഡ്ജ് ആണോ? ഏതാണ്? നമുക്കറിയാം ഗിറ്റ്ഹബ് ആൻഡ് ഗിറ്റ്ലാബ് ആണ് ടു പേയേഴ്സ് വിച്ച് സോഫ്റ്റ്വെയർ പബ്ലിഷിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് വെബ്സൈറ്റ് പ്രൊവൈഡ്സ് ഹോസ്റ്റിംഗ് ആൻഡ് വേർഷൻ കൺട്രോൾ ഫോർ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ്? ഏതാണ്? ഗിറ്റ്ഹബ് ആണോ, ഗൂഗിൾ ആണോ, യൂട്യൂബ് ആണോ, ഫേസ്ബുക്ക് ആണോ? വി നോ ഇറ്റ് ഈസ് ഗിറ്റ്ഹബ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, വാട്ട് വാസ് ദ ഫങ്ഷൻ ഓഫ് ദ ടൈം ബോംബ് കോഡ് ഇൻ സ്ക്രൈബ്? അതായത് ഇവിടെ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 5 ഓപ്ഷൻസ് ഉണ്ട്. സോ എത്ര ആൻസേഴ്സ് ഉണ്ടാവും? 2 ആൻസേഴ്സ് ഉണ്ടാവും. സോ ഇവിടെ എന്താണ്? വാട്ട് വാസ് ദ ഫങ്ഷൻ ഓഫ് ദ ടൈം ബോംബ്? അതായത് നമ്മുടെ സ്ക്രൈബിൽ ടൈം ബോംബിൻ്റെ ഫങ്ഷൻ എന്താണ് നമുക്ക് വായിച്ചു നോക്കിയാലോ. To delete all user data after 90 days, to improve the program security, to automatically update the software, to make the software stop working after a specific time, പിന്നെ it ensure users had to pay to continue using the program. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഏതായിരിക്കും? എന്താണ് ടൈം ബോംബ് എന്ന് പറയുന്നത്? അതായത് നമുക്കിവിടെ 2 ആൻസേഴ്സ് ആണുള്ളത്, ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഇയും. നമുക്ക് നോക്കിയാൽ എന്താണ്
ടു മേക്ക് ദ സോഫ്റ്റ്വെയർ സ്റ്റോപ്പ് വർക്കിംഗ് ആഫ്റ്റർ എ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ വർക്കിംഗ് അവർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ടു എൻഷുർ യൂസേഴ്സ് ഹാവ് ടു പേ ടു കണ്ടിന്യൂ യൂസ് ദ പ്രോഗ്രാം. എന്നിട്ട് യൂസേഴ്സിന് അത് പ്രോഗ്രാം അത് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താക്കും? യൂസേഴ്സ് പേ ചെയ്യണം എന്നത് അവർ എൻഷുർ ചെയ്യും. അതാണ് ഈ ടൈം ബോംബ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. വാട്ട് ഈസ് സോഴ്സ് കോഡ്? ഓക്കെ, നമ്മൾ സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡും നോക്കി. ഇനി നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റ് നോക്കാം. ഹ്യൂമൻ റീഡബിൾ ഇൻസ്ട്രക്ഷൻസ് റിട്ടേൺ ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മെഷീൻ റീഡബിൾ ബൈനറി കോഡ്, ദ കോഡ് ദാറ്റ് കമ്പ്യൂട്ടർ ഡയറക്ട്ലി അണ്ടർസ്റ്റാൻഡ്, ദ ഒറിജിനൽ കോഡ് റിട്ടേൺ ബൈ പ്രോഗ്രാമേഴ്സ്, ദ ഫിസിക്കൽ പാർട്ട് ഓഫ് എ പ്രോഗ്രാം. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ എ ഹ്യൂമൻ റീഡബിൾ ആണ് സോഴ്സ് കോഡ്. പിന്നെ ഏതായിരിക്കും? ദ ഒറിജിനൽ കോഡ് റിട്ടേൺ ബൈ ദ പ്രോഗ്രാമേഴ്സ്. പ്രോഗ്രാമേഴ്സ് ആരാണ്? നമ്മൾ ഹ്യൂമൻസ് ആണ്. സോ ആരാണ്? എ ആൻഡ് ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ഉണ്ടാവുക. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ഒബ്ജക്റ്റ് കോഡ്? നമുക്ക് ഒബ്ജക്റ്റ് കോഡിൻ്റെ വേറൊരു നെയിമും കൂടി പേര് വിളിക്കാം. ഏതാണ്? എക്സിക്യൂട്ടബിൾ കോഡ്. സോ വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഒബ്ജക്റ്റ് കോഡ്? എന്താണ്? എക്സിക്യൂട്ടബിൾ കോഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒബ്ജക്റ്റ് കോഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ദ കൺവേർട്ടഡ് ഫോം ഓഫ് സോഴ്സ് കോഡ് ദാറ്റ് മെഷീൻ ക്യാൻ പ്രോസസ്, അതാണോ? അല്ലെങ്കിൽ ദ കോഡ് ദാറ്റ് കമ്പ്യൂട്ടർ റൺസ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം, ഓർ ദ കോഡ് ഈസിലി റീഡബിൾ ബൈ ഹ്യൂമൻസ്, ഓർ ദ അൺഎഡിറ്റഡ് വേർഷൻ ഓഫ് സോഴ്സ് കോഡ്, ഓർ ദ നെയിം ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിൽ ഏതാണ് മക്കളെ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഈസ് എ റൈറ്റ് ആൻസർ. ദ കൺവേർട്ടഡ് ഫോം ഓഫ് എ സോഴ്സ് കോഡ് ദാറ്റ് മെഷീൻ ക്യാൻ പ്രോസസ്. സോഴ്സ് കോഡ് കൺവേർട്ട് ചെയ്ത ആ ഒരു പ്രോഗ്രാമാണ് എന്താണ്? മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ദ കോഡ് ദാറ്റ് കമ്പ്യൂട്ടർ റൺസ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം. ഈ ഒബ്ജക്റ്റ് കോഡ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റ് ആൻസേഴ്സ്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ ലൈസൻസസ്? സോഫ്റ്റ്വെയർ ലൈസൻസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഫോട്ടോഷോപ്പ് ലൈസൻസ് ആണോ? ആൻറ്റിവൈറസ് എഗ്രിമെൻ്റ് ആണോ? ഡെവലപ്പർ കീ ആണോ? GNU പബ്ലിക് ലൈസൻസ് ആണോ? BSD ലൈസൻസ് ആണോ? ഇതിൽ ഏതാണ് മക്കൾ? ഇതിൽ എക്സാമ്പിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഇയും. GNU പബ്ലിക് ലൈസൻസും BSD ലൈസൻസുമാണ് ഇതിൽ എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇൻ ദ വേർഷൻ നെയിം കാസിയം വേർഷൻ 21.12.3 വാട്ട് ഡു ദ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ്? ഇതിൽ നമ്പേഴ്സ്, ഈ ഒരു വേർഷനിൽ ഈ നമ്പേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ്? ഓപ്ഷൻ എ 3 represent the security update of another software, 21 represent the major version, 12 represent the interim improvement, പിന്നെ 21 represent the developers ID number, പിന്നെ 3 represents the number of available themes. ഇതിൽ ഏതൊക്കെ ആയിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഇതിൽ ഓപ്ഷൻ ബിയും അതേപോലെ ഓപ്ഷൻ സിയും ആണ് കറക്റ്റ് ആൻസർ. അതായത് 21 represent the major version. ഇതിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ എന്താണ്? ഈ 21 എന്താണ്? അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മേജർ വേർഷൻ ആയിരിക്കും. ഫസ്റ്റത്തെ ആ ഒരു പോയിന്റിന് മുമ്പിൽ നമ്പർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മേജർ വേർഷൻ. പിന്നെ എന്താണ്? 12 റെപ്രസെൻറ്റ് ദ ഇൻ്ററിം ഇമ്പ്രൂവ്മെൻറ്റ്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് നമ്മുടെ ഇപ്പം ഒരു മേജർ വേർഷൻ്റെ ഉള്ളിൽ ഓരോ പ്രോഗ്രാംസ് ചിലപ്പം ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. ചിലപ്പം ചില ബഗ്സ് വരുമ്പം അത് ആദ്യം ഇമ്പ്രൂവ് ആക്കി ഫിക്സ് ആക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സെക്കൻഡ് ഈ 12 വരുന്നത്. ഓക്കെ, 12 റെപ്രസെൻറ്റ് ദ ഇൻ്റർ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിനെ 12 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ആ ഡെസിമലിന് ശേഷം സെക്കൻഡ് പാർട്ടിന് നമ്മൾ എന്താണ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയുള്ള നമ്പറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ 21 റെപ്രസെൻറ്റ് ദ മേജർ വേർഷനും 12 റെപ്രസെൻറ്റ് ദ ഇൻ്റർ ഇമ്പ്രൂവ്മെൻറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ഫ്ലോസ്? എന്താണെന്ന് നോക്കാം. ഇറ്റ് റെസ്ട്രിക്ട് മോഡിഫിക്കേഷൻ ഓഫ് സോഴ്സ് കോഡ്, it combines features of both free and open software, it is used only in commercial product, it removes collaboration rights, it promotes freedom rather than zero cost. ഇതിൽ ഏതൊക്കെയായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? അതായത് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും പിന്നെ അതേപോലെ തന്നെ ഓപ്ഷൻ ഇയും ആണ്. നമുക്ക് ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കിയാലോ. ഇറ്റ് കമ്പൈൻസ് ഫ്യൂച്ചേഴ്സ് ഓഫ് ബോത്ത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതെന്ത് ചെയ്യും? ഈ ഫ്ലോസ് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ബോത്ത് ഫ്രീ ആയ സോഫ്റ്റ്വെയറിൻ്റെയും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെയും ഫീച്ചേഴ്സ് ഇത് കമ്പയർ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഇത് പ്രൊമോട്ട് ഫ്രീഡം രാദർ ദാൻ സീറോ കോസ്റ്റ്, അതായത് സീറോ കോസ്റ്റിൽ ഫുൾ ഫ്രീഡം ഇത് പ്രൊവൈഡ് ചെയ്യും. അത് രണ്ടുമാണ് ഫ്ലോസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? ഇതിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇത് കീപ് സോഴ്സ് കോഡ് ഹിഡൻ ആണോ? അല്ല.
ഇറ്റ് പ്രൊമോട്ട്സ് കൊളാബറേഷൻ ആൻഡ് accessibility. അതെ, സോഴ്സ് കോഡ് എന്ത് ചെയ്യും? പ്രൊമോട്ട്സ് കൊളാബറേഷൻ ആൻഡ് accessibility എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇറ്റ് ഡിസ്കറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഡെഫിനറ്റ്ലി അല്ല, സോഴ്സ് കോഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇമ്പ്രൂവ് ആണ് ചെയ്യുക. പിന്നെ അടുത്തത് ഇറ്റ് ഫോക്കസസ് ഓൺ യൂസബിലിറ്റി, ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ. അതെ, ഓപ്പൺ സോഴ്സ് എന്താണ്? ഓപ്പൺ സോഴ്സ് കോഡ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒക്കെ എന്തിനാണ്? ഫോക്കസസ് ഓൺ യൂസബിലിറ്റി, ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ് കറക്റ്റ് ആൻസർ. Which of the following are examples of programming languages used to create software? അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഓക്കെ, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, വിൻഡോസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? അല്ല. MS വേർഡ് അല്ല, പിന്നെ ഗൂഗിൾ ക്രോം അല്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ആൻസേഴ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ഫ്രീ സോഫ്റ്റ്വെയർ? ഇതിൽ ഏതൊക്കെയാണ് ട്രൂ, കറക്റ്റ് അബൌട്ട് ഏതാണ്? ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റി കറക്റ്റ് ആയത് ഏതൊക്കെയാണ്? ഇറ്റ് ഫോക്കസ് ഓൺ എത്തിക്സ് ആൻഡ് ജസ്റ്റിസ്, ഇറ്റ് ഓൾവേസ് റിക്വയർസ് പേയ്മെൻറ്റ് ഫോർ യൂസ്, ഇറ്റ് റെസ്ട്രിക്ട് ഷെയറിംഗ് ഓഫ് നോളജ്, ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ടു ഓർഗനൈസേഷൻസ്, ഇറ്റ് ഈസ് ഓഫൺ ഡെവലപ്ഡ് ത്രൂ വോളണ്ടറി എഫേർട്സ്. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? അതായത് നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുന്നത്, അതായത് ഫ്രീ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? ഇറ്റ് ഫോക്കസസ് ഓൺ എത്തിക്സ് ആൻഡ് ജസ്റ്റിസ്. ഈ ഫ്രീ സോഫ്റ്റ്വെയർ എപ്പോഴും ഫോക്കസ് ചെയ്യുക നമ്മുടെ എത്തിക്സിനെ പറ്റിയും നമ്മുടെ ജസ്റ്റിസിനെ പറ്റിയും ആയിരിക്കും ഫ്രീ സോഫ്റ്റ്വെയർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഓഫൺ ഡെവലപ്ഡ് ത്രൂ വോളണ്ടറി എഫേർട്സ്. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ വോളണ്ടറി ആയിട്ടുള്ള എഫേർട്സ് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് ഫോക്കസസ് ഓൺ എത്തിക്സ് ആൻഡ് ജസ്റ്റിസ്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓഫൺ ഡെവലപ്ഡ് ത്രൂ വോളണ്ടറി എഫേർട്സ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ലൈക്ക് വിൻഡോസ് ഓർ iOS? വിൻഡോസ് അല്ലെങ്കിൽ iOS പോലത്തെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ മക്കളെ? ഓക്കെ, ഓപ്ഷൻ എ, ഇറ്റ് അലോസ് യൂസേഴ്സ് ടു എഡിറ്റ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ദ കോഡ്, it belongs to the open source category, it provides only object code, it can be freely combined with the GPL software, പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി രജിസ്റ്റേർഡ് ഓർ ലൈസൻസ് സിസ്റ്റം. അതായത് ഇവിടെ വിൻഡോസ് എന്താ പറയുക, വിൻഡോസ് iOS ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഓക്കെ, വിൻഡോസ് iOS ഒക്കെ ഇങ്ങനത്തെയാണ് മക്കളെ. ഇറ്റ് പ്രൊവൈഡ് ഓൺലി ഒബ്ജക്റ്റ് കോഡ്. ഒബ്ജക്റ്റ് കോഡ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യൂ. ഒബ്ജക്റ്റ് കോഡ് ഹ്യൂമൻ റീഡബിൾ ആണോ മക്കളെ? ഡെഫിനറ്റ്ലി അല്ല. അപ്പം ഇതെന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഓൺലി ഒബ്ജക്റ്റ് കോഡ്. പിന്നെ അതേപോലെ തന്നെ ഓപ്ഷൻ ഇ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഓൺ രജിസ്റ്റേർഡ് ഓർ ലൈസൻസ് സിസ്റ്റം. നമ്മൾ എന്താണ് വിൻഡോസൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ലൈസൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതെന്താണ്? ഇറ്റ് ക്യാൻ ബി റീഡ് ഓൺലി രജിസ്റ്റേർഡ് ഓർ ലൈസൻസ് സിസ്റ്റം. ഇറ്റ് ക്യാൻ ബി റീഡ് ഓൺലി രജിസ്റ്റേർഡ് ഓർ ലൈസൻസ് സിസ്റ്റം ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഓൺലി ഒബ്ജക്റ്റ് കോഡ്. സോ സെറ്റ് അല്ലേ മക്കളെ? സോ ഓക്കെ അല്ലേ? നമ്മൾ ഈ ലാസ്റ്റ് ചാപ്റ്റർ SLC IT തിയറിയിൽ ലാസ്റ്റ് ചാപ്റ്റർ കൂടി ഇമ്പോർട്ടൻറ്റ് ചോദ്യം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ താങ്ക് യു എവരി വൺ.